ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് ഫോർ മലയാളത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അരുൺ. ഈ വീഡിയോയിൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ വാട്സപ്പ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ചില സമയങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും, ചിലരുടെ ചാറ്റൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ ദിസ് മെസ്സേജ് വാസ് ഡിലീറ്റഡ് എന്ന് കാണാൻ സാധിക്കും. അതായത് അവരെന്തെങ്കിലും ഒരു മെസ്സേജ് നമുക്ക് അയച്ചതിന് ശേഷം അവർ തന്നെ അത് വേണ്ടാന്ന് തോന്നുവാണെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയും. പിന്നെ നമുക്കത് കാണാൻ സാധിക്കില്ല. അപ്പോൾ കുറേ കൂട്ടുകാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഡിലീറ്റ് ചെയ്യുന്ന മെസ്സേജുകൾ കാണാൻ വല്ല വഴിയുണ്ടോ എന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. മറ്റൊരാൾ നമുക്ക് അയച്ചതിന് ശേഷം ഡിലീറ്റ് ചെയ്താലും എങ്ങനെ നമുക്ക് അവരയച്ച മെസ്സേജുകൾ കാണാമെന്നാണ്. കുറേ വീഡിയോകൾ ഓൾറെഡി വന്നിട്ടുണ്ട്, പഴയതാണ്. അപ്പോൾ പിന്നെ എന്തിനാ ഇത് ചെയ്യുന്നതെന്ന് നിങ്ങൾ ചോദിക്കും. അപ്പോൾ അതിനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോയ്ക്ക് കുറച്ച് പ്രത്യേകതയുണ്ട്. നിങ്ങൾ ആദ്യമൊക്കെ കണ്ട വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു മെസ്സേജ് അയച്ചാൽ, അതായത് ഒരു ടൈപ്പ് ചെയ്തൊരു മെസ്സേജ് അയച്ചാൽ, ടെക്സ്റ്റ് മെസ്സേജുകൾ അയച്ചിട്ട് അവർ ഡിലീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അവരൊരു വീഡിയോ അയച്ചിട്ട് ഡിലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പാട്ട് അയച്ചിട്ട് ഡിലീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഇമേജ് അയച്ച് ഡിലീറ്റ് ചെയ്താൽ നമുക്ക് ആ ഒരു ട്രിക്ക് വഴി കാണാൻ സാധിക്കില്ല. എന്നാൽ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് അല്ലെങ്കിൽ കാണിച്ചു തരാൻ പോകുന്നത് അവർ എന്ത് കാര്യം വേണമെങ്കിലും അയച്ചോട്ടെ, അവർ വീഡിയോ, ഓഡിയോ, എക്സെട്ര എന്ത് കാര്യങ്ങൾ അയച്ചാലും അവരത് ഡിലീറ്റ് ചെയ്താലും നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് അത് കാണാനും വേണമെങ്കിൽ അത് നമ്മുടെ ഫോണിലേക്ക് സേവ് ചെയ്യാനും ഇനി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും സാധിക്കും. സോ നിങ്ങൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സോ നമുക്ക് നേരിട്ട് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമേ നിങ്ങളുടെ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓക്കെ, അതിനുശേഷം വാട്സപ്പിൻ്റെ സെറ്റിങ്സിലേക്ക് ഒന്ന് പോവുക. അവിടെ നിങ്ങൾക്ക് ഡാറ്റ ആൻഡ് സ്റ്റോറേജ് യൂസ് ചെയ്യുന്നുണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് അവിടെ മീഡിയ ഓട്ടോ ഡൗൺലോഡിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ എല്ലാം ഡിസേബിൾ ആയി കിടക്കുകയാണെങ്കിൽ എല്ലാം ഒന്ന് ടിക്ക് ചെയ്തിടുക. ഓക്കെ, നിങ്ങൾക്ക് ഫോട്ടോ വേണമെങ്കിലും വീഡിയോ, ഓഡിയോ, ഡോക്യുമെൻ്റ് എല്ലാ കാര്യങ്ങളും ടിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ സെല്ലുലാർ ഡാറ്റ ഉപയോഗിക്കുമ്പോഴാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. നിങ്ങൾ ഇനി വൈഫൈ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ എല്ലാം ടിക്ക് ചെയ്ത് ഇടുക. അതിനുശേഷം ഒന്ന് ബാക്കോട്ടേക്ക് വരിക. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് നേരിട്ട് തന്നെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും, ഡിലീറ്റഡ് മെസ്സേജ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ ഞാൻ ഓൾറെഡി എൻ്റെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഒരു ആപ്ലിക്കേഷനാണ്, പ്ലേ സ്റ്റോറിലുള്ള ഒരു ആപ്ലിക്കേഷനാണ്. സോ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ കുറച്ച് ട്യൂട്ടോറിയൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ജസ്റ്റ് സ്കിപ്പ് ചെയ്തിടുക. വേണ്ട പെർമിഷനുകളൊക്കെ അലോ ചെയ്ത് കൊടുക്കുക. ശേഷം അവിടെ ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആണ് ആപ്ലിക്കേഷൻ ഉള്ളത്. ഇപ്പോൾ നമ്മൾ ഇമേജ് എന്ന് പറയുന്ന ടാബിലാണ് ഉള്ളത്. മറ്റൊരാൾ ഒരു ഇമേജ് അയച്ച് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഈ ഒരു ടാബിൽ ആ ഒരു ഇമേജ് വന്ന് കിടക്കുന്നുണ്ടാവും. അതുപോലെ ഒരു വീഡിയോ അയച്ച് ഡിലീറ്റ് ചെയ്താൽ അത് നമുക്ക് ഇവിടെ കാണാം. അതുപോലെ മറ്റൊരാൾ ഒരു സ്റ്റാറ്റസ് ഇട്ടതിന് ശേഷം നമ്മൾ കാണുന്നതിന് മുമ്പേ ഡിലീറ്റ് ചെയ്താൽ നമുക്കത് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരാളുടെ ഒരു സ്റ്റാറ്റസ് കണ്ടാലും ആ ഒരു സ്റ്റാറ്റസ് ഇവിടുന്ന് കാണാൻ സാധിക്കും. സോ നമുക്ക് സ്റ്റാറ്റസ് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ മറ്റൊരാൾ അയച്ച ചാറ്റ്, വോയിസ്, അതുപോലെ തന്നെ ഓഡിയോ, ഡോക്യുമെൻറ്റ്സ് എല്ലാ കാര്യങ്ങളും അതാത് ടാബുകളിൽ നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ആപ്ലിക്കേഷൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഫേസ്ബുക്ക് നമുക്ക് ബ്രൗസ് ചെയ്യാൻ സാധിക്കുന്നതാണ്, ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഓവറോൾ ഒരു ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയാൽ കാണാൻ സാധിക്കും 2 മൊബൈൽ ഫോണുകൾ ഇവിടെയുണ്ട്. ഞാൻ എൻ്റെ ഈ വൈറ്റ് ഫോണിൽ നിന്നും ബ്ലാക്ക് ഫോണിലേക്ക് പല ടൈപ്പ് ഫയലുകൾ സെൻഡ് ചെയ്യാൻ പോവുകയാണ്. അതായത് ഒരു വീഡിയോ ഫയൽ, ഒരു ഇമേജ് ഫയൽ, അതുപോലെ തന്നെ ഒരു വോയിസ് ഫയൽ, അതുപോലെ തന്നെ നോർമൽ ഒരു ടെക്സ്റ്റ് മെസ്സേജ് സെൻഡ് ചെയ്യാൻ പോവുകയാണ്. ഈ 4 ടൈപ്പ് ഫയലുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് തന്നെ സെൻഡ് ചെയ്തിട്ട് അത് ഡിലീറ്റ് ചെയ്തതിന് ശേഷം അത് നമുക്ക് എങ്ങനെ മറ്റേ ഫോണിൽ നിന്ന് അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഫോണിൽ നിന്നും കാണാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫയലുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് സെൻഡ് ചെയ്ത് കാണിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു വീഡിയോ ഫയൽ അയച്ചു, അതുപോലെ തന്നെ ഒരു ഇമേജ് ഫയൽ അയച്ചു, അതുപോലെ നോർമൽ ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയച്ചു. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഒരു വോയിസ് മെസ്സേജ് ഞാൻ അയക്കുകയാണ്. ഓക്കെ, തൊട്ടടുത്ത ഫോണിലേക്ക് 4 ടൈപ്പ് ഫയലുകളും വന്നിട്ടുണ്ട്. ഇനി ഞാൻ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് എൻ്റെ ഈ വൈറ്റ് ഫോണിൽ നിന്നും ഞാൻ അയച്ച 4 ടൈപ്പ് ഫയലുകളും ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ്. എല്ലാം ഞാനൊന്ന് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ച് സെലക്ട് ചെയ്തിട്ട് മുകളിലുള്ള ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ഫോർ എവരി വൺ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് തൊട്ടിപ്പുറത്തെ ഫോണിൽ കാണാൻ സാധിക്കും ദിസ് മെസ്സേജ് വാസ് ഡിലീറ്റഡ് എന്ന് അവിടെ നോട്ടിഫിക്കേഷൻ വന്നു, മെസ്സേജ് വന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മെസ്സേജുകളൊക്കെ ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. ഇനി എൻ്റെ ഈ ബ്ലാക്ക് ഫോണിൽ നിന്നും ഈ ഒരു വൈറ്റ് ഫോണിൽ നിന്ന് അയച്ച എല്ലാ ഡാറ്റകളും നമുക്ക് എങ്ങനെ കാണാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ചാറ്റ് എന്ന ടാബിൽ ആദ്യം തന്നെ ഒരു വാട്സപ്പ് ചാറ്റ് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അവിടെ ഞാൻ അയച്ച മെസ്സേജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടില്ലേ, ഈ വൈറ്റ് ഫോണിൽ നിന്ന് അയച്ച മെസ്സേജ് അവിടെ കണ്ടിട്ടുണ്ട്. ഇനി നമുക്ക്
ഒരു ഇമേജ് അയച്ചിരുന്നു. ആ ഇമേജ് നിങ്ങൾക്ക് ഇവിടെ ഇമേജ് എന്ന് പറയുന്ന ടാബിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടില്ലേ, ആ ഒരു വൈറ്റ് ഫോണിൽ നിന്നും അയച്ച ആ ഒരു ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഒരു വീഡിയോ നമ്മൾ അയച്ചിരുന്നു. നമ്മൾ വീഡിയോ ടാബിൽ പോയി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ഒന്ന് പ്ലേ ചെയ്യാം. മഹാരാജാസ് കോളേജിലെ സ്റ്റാഫ് ക്വാർട്ടേഴ്സിന്റെ 1-ാം നിലയിലെ 14-ാം നമ്പർ മുറിയിൽ നിന്നാണ് ഈ ആയുധങ്ങൾ കണ്ടെത്തിയത്. കണ്ടില്ലേ, നമ്മൾ വൈറ്റ് ഫോണിൽ നിന്നും അയച്ച അതേ വീഡിയോ തന്നെയാണ്. ഇനി നമ്മൾ ഒരു വോയിസ് വിട്ടിരുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാം വോയിസ് എന്ന ടാബിൽ ആ ഒരു വോയിസ് വന്നിട്ടുണ്ട്. ഓക്കെ, ഒരു 3 സെക്കൻഡുള്ള വോയിസ് ആയിരുന്നു വിട്ടത്. കണ്ടില്ലേ, ആ ഒരു വോയിസും മെസ്സേജും അവിടെ വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഓഡിയോ അയച്ച് ഡിലീറ്റ് ചെയ്താലും മറ്റൊരാൾ ഡോക്യുമെൻ്റ് അയച്ച് ഡിലീറ്റ് ചെയ്താലും എല്ലാം അതാത് ടാബുകളിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. സ്നേഹപൂർവ്വം അരുൺ.